PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് നീതിന്യായം അതിൽപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചിരിക്കാം. സുപ്രീം കോടതി, അതുപോലെ തന്നെ ഇംപീച്ച്മെൻറ്റ്, ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യമായി പഠിക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കാം. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഏത്? സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിശേഷണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് ആര്? സുപ്രീം കോടതി. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനെന്നും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ വിശേഷണങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോടതിക്കാണ് ഉള്ളത്. അടുത്തത്, സുപ്രീം കോടതി നിലവിൽ വന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. 1950 ജനുവരി 28-നാണ് നമ്മുടെ സുപ്രീം കോടതി നിലവിൽ വന്നത്. എപ്പോഴാണ്? 1950 ജനുവരി 28-ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായി മാറിയത്. അപ്പോൾ ഏത് കോടതിയായി മാറിയത്? ഫെഡറൽ കോടതിയാണ് സുപ്രീം കോടതിയായിട്ട് മാറിയത്. എപ്പോൾ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതി എപ്പോഴായി മാറി? 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. അടുത്തത്, സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയാണ്. അത് തിലക് മാർഗ് അവിടെയാണ്, ഡൽഹിയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. തിലക് മാർഗാണ്. സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 124 ആർട്ടിക്കിൾ ഏതാണ്? 124. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 31, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 31. അടുത്ത കാര്യം, സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8 ആയിരുന്നു. അതും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളതായിരുന്നു 8. സുപ്രീം കോടതിയുടെ പിൻകോഡ് നോട്ട് ചെയ്ത് വയ്ക്കാം. 110201 അതാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ആരാണ്? പ്രസിഡൻ്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി സ്ഥാപിതമായത് എവിടെയാണ്? 1774 കൊൽക്കത്തയിലാണ്. അടുത്തത്, കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് എലിജ ഇംബെ. അടുത്തതുള്ള കാര്യം, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32 ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി എത്രയാണ്? 65 വയസ്സാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേതനം 280, അതായത് 2,80,000 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേതനം. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വേതനം എത്രയാണ്? 250. 280 ചീഫ് ജസ്റ്റിസും 250 ജഡ്ജിമാരുടെയാണ്. 2,80,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ്. എവിടെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്താൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് 129. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 129. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 143. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്